ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ കൊല്ലത്ത് ആയൂരിൽ ഒരു സംഭവം ഉണ്ടായി. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഒരു KSRTC ബസ് തടഞ്ഞു നിർത്തി. മന്ത്രി വാഹനം ബസ്സിനെ പിന്തുടർന്ന് നിർത്തിക്കുകയായിരുന്നു. ജീവനക്കാർക്കോ യാത്രക്കാർക്കോ എന്താണ് പ്രശ്നമെന്ന് ആദ്യം മനസ്സിലായതേയില്ല. മന്ത്രി പറയുമ്പോഴാണ് കാര്യം പിടികിട്ടിയത്. കുടിവെള്ളത്തിനായുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ബസിന്റെ മുന്നിലെ ചില്ലിനോട് ചേർത്ത് നിരത്തിയിട്ടതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. വണ്ടിയുടെ ഫ്രണ്ടിൽ വണ്ടിയുടെ ഫ്രണ്ടിൽ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി വരിയിട്ടേക്കുക. കുടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞു കൊടുക്കും. ഈ പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ളതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം. അതുകൊണ്ടാണ് പിടിച്ചെടുത്തത്. നടപടിയെടുക്കും, ഉറപ്പായിട്ടുണ്ട്. ഇത് ഇടരുതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. KSRTC CMDയുടെ നോട്ടീസ് ഉണ്ട്, ഇങ്ങനെ ഇടാൻ പാടില്ല എന്നിട്ടിരിക്കുക. നിങ്ങൾക്ക് നോട്ടീസ് ഉണ്ട് അങ്ങനെ ഇടുന്നത് എല്ലാ സ്ഥലത്തേക്കും. അവിടെ ഇടരുത് എന്ന് പറയുന്നത്. പിന്നെ കണ്ടുകൊണ്ട് ഞാൻ തിരിച്ചു വന്നാൽ ഇനി ഇത് ആവർത്തിക്കുക. നടപടി വരുമ്പോൾ പഠിച്ചു. നിങ്ങളല്ലെങ്കിൽ ഇന്നലെ ഓടിച്ചിരുന്ന ആളിട്ട കുപ്പി ഇന്നും കിടപ്പുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റ്. അത് നിങ്ങളുടെ തെറ്റ് തന്നെയാണ്, അയാളുടെ തെറ്റല്ല. ഇന്നലെ ഇട്ട കുപ്പി കുപ്പി ഇന്നും അവിടെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? രാവിലെ വണ്ടി എടുക്കുന്നത് ചുമ്മാ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്ത് പോയി ചുമ്മാടെ നശിക്കുന്നത്. ഈ ഒരു കാര്യത്തിന് ഇങ്ങനെയൊക്കെ വേണമായിരുന്നു എന്ന് ന്യായമായും തോന്നാം. പ്രത്യേകിച്ച് മന്ത്രി ബസ്സിനെ പിന്തുടർന്ന് നിർത്തിക്കുമ്പോൾ ഇതിനെ മറ്റൊരർത്ഥത്തിലും കാണാം. ഇത്തരം ചെറിയ കാര്യങ്ങളിൽ പോലും ഗതാഗത മന്ത്രിക്കുള്ള ശ്രദ്ധ. ബസ്സിൽ മാലിന്യങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം പാലിക്കപ്പെടണമെന്ന നിർബന്ധം. എങ്കിൽ അങ്ങനെയുള്ള മന്ത്രിയുടെ അടിയന്തര ശ്രദ്ധയ്ക്കായി മാതൃഭൂമി ന്യൂസ് ചില കാഴ്ചകൾ കാണിച്ചു തരാം. KSRTC ബസിന്റെ മുൻവശത്ത് വെള്ളം കുടിച്ച ശേഷം ഉപേക്ഷിച്ച മിനറൽ വാട്ടർ ബോട്ടിൽ കണ്ട് ക്ഷുഭിതനായ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ നമ്മൾ എല്ലാവരും ഇന്ന് കണ്ടതാണ്. പറഞ്ഞത് ശരിയുമാണ്, അതിൽ തെറ്റു പറയുന്നില്ല. പക്ഷേ യാത്രക്കാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി യാത്ര സുരക്ഷിതവും സന്തോഷകരവുമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗതാഗത മന്ത്രി അതിനു മുമ്പേ ചെയ്തു തീർക്കേണ്ടതായിട്ട് ചില കാര്യങ്ങളില്ലേ. ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കേക്കോട്ടയിൽ ഏറ്റവും അധികം ആളുകൾ ബസ് കയറാൻ വരുന്നതും വന്നിറങ്ങുന്നതുമായിട്ടുള്ള ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ എത്തുന്ന സ്ത്രീജനങ്ങൾ അവർക്ക് പെട്ടെന്നൊന്ന് വാഷ്റൂമിൽ പോകണമെന്ന് തോന്നിയാൽ എവിടെ പോകും? അതിനുള്ള സംവിധാനം ഉണ്ടോ എന്നൊന്ന് നോക്കണ്ടേ. ഇവിടെ കുറെ നാളായിട്ട് കട നടത്തുന്ന ആളാണോ? ഇവിടെ വാഷ്റൂം സംവിധാനം ഉള്ളതായിട്ട് അറിയാമോ? ഇല്ല അതില്ല. ഇവിടെ എത്ര കാലം കൊണ്ടില്ല, 5-6 വർഷം കൊണ്ടേ ഇല്ല. ഞങ്ങൾ പുറത്ത് അങ്ങ് പോവേണ്ടി വരും. അങ്ങ് അറ്റത്ത് പോകണല്ലേ ഹോമിയോ ആശുപത്രിയിൽ പോകണം, അല്ലാതെ പോകാൻ വഴിയില്ല. സ്റ്റാൻഡിൽ എവിടെയെങ്കിലും പബ്ലിക് ടോയ്ലറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പോകണമെങ്കിൽ കമ്പാർട്ട്മെന്റിൽ പോകണം, പുത്തരിക്കണ്ടത്തിൽ. ഇല്ലെങ്കിൽ ആശുപത്രി തുറന്ന് അവിടെ 2 മണി വരെ അവിടെ പോകാം. വലിയ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് തന്നെ. നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? അവർ നമുക്ക് വേണ്ടി അതൊക്കെ ചെയ്തു തരുമോ? ഇവിടെ വാഷ്റൂം സംവിധാനം എവിടെയുള്ളത്? ഇവിടെ ഇല്ല, അപ്പുറത്തുണ്ട്. പാർക്കിന്റെ സൈഡിൽ അപ്പുറത്താണ്. മൈതാനത്തിന് അങ്ങേ സൈഡിൽ സുലഭ് ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ക്ലോസ് ചെയ്തല്ലോ നേരത്തെ. പിന്നെ നഗരസഭയുടെ ഒന്നകത്തുണ്ടായിരുന്നു, അതിപ്പോൾ ക്ലോസ് ചെയ്തു. അങ്ങ് ദൂരെ പുത്തരിക്കണ്ട മൈതാനത്തിന്റെ അവിടെ ആയിരിക്കും. ശരി, അവിടെ പോകാം. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് കാണണ്ടേ. പെട്ടെന്ന് വന്ന് ഇറങ്ങുന്ന ഒരാൾക്ക് ഇത്ര ദൂരം സഞ്ചരിച്ച് ഈ ടോയ്ലറ്റ് വരെ എത്തുക എന്നുള്ളത് വളരെ ദുരിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഒരു പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ചാലയ്ക്കടുത്ത് KSRTCയുടെ ഡിപ്പോയുണ്ട്. അവിടെ എന്താണ് അവസ്ഥയെന്ന് നോക്കാം. ഇവിടെ എവിടെയെങ്കിലും പബ്ലിക് ടോയ്ലറ്റ് സംവിധാനം ഉള്ളതായിട്ട് അറിയാമോ? ഇവിടെ ഇല്ല. അവിടെ മാത്രമേ ഉള്ളൂ, ഇവിടെ ഒന്നുമില്ല. ഇവിടെ കടകളുണ്ട്, ബാലാജി ഹോട്ടലുണ്ട്, പിന്നെ പള്ളിയുണ്ട്, മുസ്ലിം പള്ളി, അവിടെയൊക്കെ പോകും. അവിടെ KSRTC ഡിപ്പോയുണ്ട്, ഇവിടെ ചാല മാർക്കറ്റുണ്ട്. എനിക്ക് പിന്നിലുള്ള തിരക്ക് കാണുമ്പോൾ തന്നെ ഊഹിക്കാം ദിവസവും 100 കണക്കിന് അല്ലെങ്കിൽ 1000 ആളുകൾ വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പോകാൻ ഒരു പബ്ലിക് ടോയ്ലറ്റ് അല്ലെങ്കിൽ നല്ല ഒരു വാഷ്റൂം സംവിധാനം ഇവിടെ ഇല്ല. ഈ നടപ്പ് ഞാൻ നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ കിഴക്കക്കോട്ടയിൽ നിന്ന് പാളയം വരെ എത്തിയേനെ. എന്തായാലും എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം, പോകാൻ നല്ലൊരു വാഷ്റൂമില്ല. അപ്പോൾ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രി ഇതുകൂടി ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തണേ. അതാണ് മാതൃഭൂമിക്ക് പറയാനുള്ളത്. ബസ് വൃത്തിയായി സൂക്ഷിക്കണമെന്ന് മന്ത്രി നിർബന്ധം പിടിക്കുന്നത് പോലെ പ്രധാനമാണ് യാത്രക്കാർക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള വൃത്തിയുള്ള സൗകര്യം ഒരുക്കുക എന്നതും. ബസ് ഓടിക്കൽ മാത്രമല്ലല്ലോ ഗതാഗത വകുപ്പിന്റെ ചുമതല. കേരളത്തിലെ ബസ് സ്റ്റാൻഡുകളിലെ മോശം മൂത്രപ്പുരകളിലും മന്ത്രി ഇടയ്ക്കൊന്ന് കയറണം. അവിടെയും ഉത്തരവാദിത്തപ്പെട്ടവരെ ശകാരിക്കണം. ആവശ്യമെങ്കിൽ നടപടിയും എടുക്കണം.